ഹലോ നമസ്കാരം. നമ്മളിപ്പോൾ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ് ട്രോമ എന്നുള്ളത്. ഈ ട്രോമ എങ്ങനെ ഇതിന്ന് പുറത്തേക്ക് കടക്കാം, ഈ ട്രോമേനെ ഹീൽ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ, എങ്ങനെയാണ് അതിനൊരു ഹീലിംഗ് പോസിബിൾ ആക്കുന്നത്, ഇതിലെല്ലാം എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള നയന മാം ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സോ നയന മാം എന്താ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നയന മാമിനോട് തന്നെ ചോദിക്കാം. വെൽക്കം നയന മാം. താങ്ക് യു. അപ്പോൾ മാം ഹീലർ, ലൈഫ് കോച്ച്, തെറാപ്പിസ്റ്റ്, കൗൺസിലിംഗ് ഇതൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. ആക്ച്വലി ഇതിലൊന്നും പെടാത്തൊരു കാറ്റഗറി ആയിട്ടാണ് മാമിൻ്റെ കാറ്റഗറി എനിക്ക് ഫീൽ ചെയ്തത്. സോ മാം തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ എന്താണ് മാം ചെയ്യുന്നത് എന്നുള്ളത്? ഓക്കെ, ആക്ച്വലി ഈ എല്ലാ ടേമും സ്യൂട്ടബിൾ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവും. ഓക്കെ, ബട്ട് ഐ വിൽ എക്സ്പ്ലെയിൻ a little more specific. ഓക്കെ, ഹീലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി ഹീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിന്റെ ഒരു ചാലഞ്ചിന്റെ റൂട്ട് കോസിൽ നിന്ന് ആ ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഹീലിംഗ് ആസ് എ മൊഡാലിറ്റി. നമ്മൾ പറയുമ്പോൾ അതിൽ ഫോളോ ചെയ്യുന്നത് ഏത് ഹീലിംഗ് മൊഡാലിറ്റി ആണെങ്കിലും അത് ഫോക്കസ് ചെയ്യുന്നത് ഫ്രം ദ റൂട്ട് ആ ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ജസ്റ്റ് ഒരു അഡ്വൈസോ അല്ലെങ്കിൽ ഒരു ടോക്ക് തെറപ്പിയോ അതിൽ നമുക്ക് ഒതുക്കാൻ പറ്റില്ല. ഇറ്റ് ഇസ് മോർ ഡീപ്പർ വർക്ക്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അതിനെ ഡീപ്പായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്? എങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ചൈൽഡ്ഹുഡ് ആൻഡ് ജനറേഷണൽ ട്രോമ അഡ്രസ്സ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ക്ലയൻസിനെ ചലഞ്ചിൽ നിന്ന് പുറത്ത് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ മൊഡാലിറ്റി ഈസ് സിസ്റ്റമിക് ഹീലിംഗ് ആൻഡ് ഫാമിലി കോൺസ്റ്റലേഷൻ. ഓക്കെ, സോ സിസ്റ്റമിക് ഹീലിംഗ് ആൻഡ് ഫാമിലി കോൺസ്റ്റലേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. ഓക്കെ, ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ രീതിയിൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഓക്കെ, ഒരു ഓഫീസിന് അതിൻ്റെതായ ഒരു ഫങ്ഷനിങ് രീതി കാണും. അവിടെ കൃത്യമായിട്ടുള്ള റൂൾസ് ഉണ്ടാവും, ഓരോരുത്തർക്ക് ഇന്ന പൊസിഷൻസ് ഉണ്ടാവും. ഓക്കെ, അതിനെയാണ് നമ്മൾ അപ്പോൾ അതൊരു സിസ്റ്റമായി മാറും. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ഒരു സിസ്റ്റമാണ് ഫാമിലി എന്ന് പറയുന്നത്. നമ്മുടെ ഫാമിലി യൂണിറ്റ്. ദിസ് പേഴ്സൺ ഇസ് ദ ഫാദർ, മദർ, ഫസ്റ്റ് ചൈൽഡ്, സെക്കൻഡ് ചൈൽഡ്. ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ള ഓരോ റോളും ഓരോരുത്തരുടെ പൊസിഷൻസും ഉണ്ട്. ആൻഡ് ഈ ഫാമിലിയിൽ ഒരു ഓർഡർ ഫോളോ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് ഓർഡേഴ്സ് ഓഫ് ലവ് ഇൻ സിസ്റ്റമിക് ഹീലിംഗ് ആൻഡ് ഫാമിലി കോൺസ്റ്റലേഷൻ. ഈ ഓർഡേഴ്സ് ഓഫ് ലവില് അതിൽ പല രീതിയിലുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ അതിൽ വരുമ്പോഴാണ് നമ്മൾ പല ചാലഞ്ചസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, കുറച്ചും കൂടി നമ്മൾ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റമിക് ഹീലിംഗ് ആൻഡ് ഫാമിലി കോൺസ്റ്റലേഷനിൽ അഡ്രസ്സ് ചെയ്യുന്നത് ഇന്റർ ജനറേഷണൽ ട്രോമയാണ്. ഓക്കെ, ഇന്റർ ജനറേഷണൽ ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോമ വിച്ച് ഇസ് പാസ് ഡൗൺ ഇൻ ജനറേഷൻസ്. പല ജനറേഷൻസ് ആയിട്ട് പാസ് ചെയ്ത് കടന്നു പോകുന്ന ട്രോമേനെയാണ് ഇന്റർ ജനറേഷണൽ ട്രോമ. ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചോട്ടെ മാം, എന്താണ് ശരിക്കും ഈ ട്രോമ എന്ന് പറഞ്ഞാൽ? പെട്ടെന്ന് ട്രോമ എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അതെന്തോ വലിയ ട്രാജിക് ആയിട്ടുള്ള ഒരു ഈവന്റ് ആണെന്നാണ് ട്രോമ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കുക. ഒരു ഓവർവെൽമിങ് സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ ആ വ്യക്തിക്ക് വളരെ ഓവർവെൽമിങ് ആയിരുന്നു, ഭയങ്കര ഇൻറ്റൻസ് ആയിരുന്നു. ആ മൊമെന്റിൽ ആ ഇമോഷൻ അവിടെ കറക്റ്റ് ആയിട്ട് പ്രോസസ് ചെയ്യാൻ പറ്റിയില്ല. എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല. നോട്ട് ജസ്റ്റ് എക്സ്പ്രസ് ഔട്ട്സൈഡ്, ഈവൻ പ്രോസസ് ഇൻസൈഡ്. ഓക്കെ, നമ്മുടെ ഉള്ളിലും അത് പ്രോസസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവിടെ ഒരു ഷാറ്റേർഡ് ആയി പോണ ഒരു എക്സ്പീരിയൻസ്. ഓക്കെ, ആ മൊമെന്റിൽ നമ്മൾ ചിലപ്പോൾ ഫ്രീസ് ആയി പോകും. ഓക്കെ, ചിലപ്പോൾ അതൊരു ഷോക്കിംഗ് ആയിരിക്കാം. അത് ഓരോരുത്തർക്കും ട്രോമ എന്ന് പറയുന്നത് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ്. എനിക്ക് ട്രോമ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വേറൊരാൾക്ക് ട്രോമ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ആൻഡ് അതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ആ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരാള് ഒരു എക്സ്പീരിയൻസ് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊക്കെ നിസ്സാരല്ലേ, അത് എന്തിനാ അത്ര കാര്യമായിട്ട് എടുക്കണേ, അത് വിട്ട് കളഞ്ഞൂടെ. പക്ഷെ ആ വ്യക്തിക്ക് അത് ഹ്യൂജ് ആയിരിക്കാം. ബട്ട് ആ വ്യക്തിക്ക് ആ സമയത്ത് അത് വളരെ വലിയൊരു എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ആ ഓവർവെൽമിംഗ് ആയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് എത്ര നാൾ വരെ നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കാം? ഇറ്റ് ഡിപ്പെൻഡ്സ്. ഓക്കെ, എത്രത്തോളം ആ വ്യക്തി അത് പ്രോസസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ടൈം ഒരിക്കലും നമ്മൾ ഹീൽ ചെയ്യുന്നു പറയാൻ പറ്റില്ല. ഓക്കെ, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരു പ്രസന്റ് മൊമെന്റിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ at this present moment I am being present in my body. എൻ്റെ ബോഡിയിൽ നിന്ന് ഞാൻ എല്ലാ ഇമോഷൻസും എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇമോഷൻസ് നമ്മൾ എപ്പോഴും ബോഡിയിലാണ് ഫീൽ ചെയ്യുന്നത്. തോട്ട്സ് ആണ് മൈൻഡിലുള്ളത്. ഓക്കെ, ഇമോഷൻസ് എപ്പോഴും ബോഡിയിലാണ്. പക്ഷെ ഈ ഇമോഷൻസ് അൺപ്ലസന്റ് ഇമോഷൻസ്, നെഗറ്റീവ് ഇമോഷൻ, പോസിറ്റീവ് ഇമോഷൻസ് എന്ന് പറയാറുണ്ട്. ബട്ട് ഞാൻ അതിനെ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്നില്ല. ഓക്കെ, അൺപ്ലസന്റ്. ഇപ്പൊ അൺപ്ലസന്റ് ആയിട്ടുള്ള ഇമോഷൻസ്, ആങ്കർ, ഇറിറ്റേഷൻ, ഫ്രസ്ട്രേഷൻ, ഗ്രീഫ്, സാഡ്നെസ്, ഹോപ്പ്ലെസ്നെസ്, ഡിസപ്പോയിൻമെന്റ്, ഇങ്ങനെയുള്ള അൺപ്ലസന്റ് ഇമോഷൻസ്
നമുക്ക് ബോഡിയിൽ ഫീൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതിൽ നിന്ന് ഡിസ്കണക്ട് ആവും. ആ ബോഡിയിൽ നിന്ന് അത് ഫീൽ ചെയ്യുന്നതിന് ഡിസ്കണക്ട് ആയി തോട്ട്സിലേക്ക് പോകാനായിരിക്കും ടെൻഡൻസി ഉണ്ടാവുക അവിടെ. അപ്പോൾ നമ്മൾ നമ്മുടെ തോട്ട്സിലാണ് നിൽക്കണത്, മൈൻഡിലാണ്. തോട്ട്സിന് ഒരു ലിമിറ്റേഷൻ ഇല്ല, ടൈം സ്പേസ് ലിമിറ്റേഷൻ ഇല്ല. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം അല്ലേ. ആ ഒരു സ്റ്റോറിയിലേക്കാണ് നമ്മൾ പോണേ. ഓക്കെ, ബട്ട് ആ സമയത്തെ ട്രൂത്ത് എന്താ, ഇപ്പോൾ ഐ ആം എക്സ്പീരിയൻസിങ് ആങ്കർ, എനിക്കിപ്പോൾ ദേഷ്യം വരുന്നു, എനിക്കിപ്പോൾ സാഡ്നെസ് ഉണ്ട്, അതാണ് ആ മൊമെന്റിലെ ട്രൂത്ത്. പക്ഷെ നമ്മൾ അവിടെ നിൽക്കാതെ നമ്മൾ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യും, തോട്ട്സിലേക്ക് പോകും. അപ്പോൾ ഈ ഇമോഷൻ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇമോഷൻ പ്രോസസ്സ് ചെയ്യണില്ല. സോ ഈ പ്രോസസ്സ് ചെയ്യാത്ത ഇമോഷൻ നമ്മുടെ ബോഡിയിൽ ആസ് സെല്ലുലർ മെമ്മറി അവിടെ ഉണ്ടാവും. നമ്മളൊരു പാസ്റ്റ് ഇൻസിഡന്റ് 10 വർഷം മുന്നേ നടന്ന ഒരു എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിക്കും. ആ ഒരു എക്സ്പീരിയൻസിനെ ഇപ്പോൾ ഓർക്കുമ്പോൾ ആ സെയിം ഇമോഷൻസ് ചിലപ്പോൾ ഇന്റൻസിറ്റി വ്യത്യാസം ഉണ്ടാവും. ആ സെയിം ഇമോഷൻ നമ്മൾ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. എന്തുകൊണ്ടാ, ആ ഇൻസിഡന്റ് മുമ്പേ കഴിഞ്ഞില്ലേ. ആ ഇമോഷൻ ഇവിടെ ആ പ്രോസസ്സ് ചെയ്യാത്തത് കൊണ്ട് ആ ഇമോഷൻ അവിടെ നിൽക്കുന്നുണ്ട്, നമ്മുടെ ബോഡിയിൽ ക്യാരി നമ്മുടെ ബോഡിയിൽ ഫിസിക്കൽ സെൻസേഷൻസ് ആയിട്ട് ആ ഇമോഷനെ ഫീൽ ചെയ്യുക എന്നുള്ളതാണ് ഇമോഷൻസ് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇമോഷണൽ ഹെൽത്തിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം നമ്മൾ ഈ ഇമോഷൻസിനെ ഫ്ലോ ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. ഓക്കെ, ഇമോഷൻസിനെ നമുക്കൊരു ഫ്ലോയിങ് വാട്ടറിനോട് കമ്പയർ ചെയ്യാം. ഓക്കെ, എത്രത്തോളം നമ്മൾ ഈ ഫ്ലോ അലൗ ചെയ്യുന്നോ അത്രത്തോളം ആയിരിക്കും നമ്മുടെ ഇമോഷണൽ ഹെൽത്ത്. ഓക്കെ, ബട്ട് നമ്മൾ എപ്പോഴും ഈ ഇമോഷനെ സപ്രസ് ചെയ്യുന്ന നേച്ചർ ആണെന്ന് വിചാരിക്കൂ, ഇൻവാലിഡേറ്റ് ചെയ്യുന്ന നേച്ചർ ആണെന്ന് വിചാരിക്കൂ. നമ്മളെല്ലാം ഈ ഇമോഷൻസ് എല്ലാം സപ്രസ് ചെയ്ത് നമ്മുടെ ബോഡി അത് ക്യാരി ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് സെല്ലുലർ മെമ്മറി എന്ന് പറയാം. ഓക്കെ, നമ്മളുടെ ബ്രെയിനിന് ഒരു മെമ്മറി സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു ഇമോഷൻ ഉണ്ടാവണം. ഇമോഷൻ ഇല്ലെങ്കിൽ ആ മെമ്മറി അവിടെ നിൽക്കില്ല. ഓക്കെ, സോ ആ ഇമോഷൻ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ്, ആ ഇമോഷൻ സ്റ്റിൽ നമ്മൾ ക്യാരി ചെയ്യുന്നത് കൊണ്ടാണ് ആ പെർട്ടിക്കുലർ മെമ്മറി ആ ഇന്റൻസിറ്റിയോട് കൂടി എത്ര വർഷം കഴിഞ്ഞിട്ടും നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ഉള്ളിൽ നമ്മൾ അത് ഓർക്കുന്നതും അത് നമ്മളെ ഹോണ്ട് ചെയ്യുന്നതും അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇമോഷൻ പ്രോസസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, സോ ആ മെമ്മറിയിലോട്ട് പോയി ആ ഇമോഷൻസ് എങ്ങനെയാണോ നമ്മുടെ ബോഡിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആസ് ഫിസിക്കൽ സെൻസേഷൻസ് ഇൻ ദ ബോഡി, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ ലാസ്റ്റ് ചെയ്യില്ല, ഇറ്റ് വിൽ ഫ്ലോ, അത് പോകും. പക്ഷെ ഈ പ്രോസസ്സ് മോസ്റ്റ്ലി നമ്മൾ ചെയ്യാറില്ല. ഈ ബോഡിയിൽ ഇമോഷൻസ് എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരാള് എക്സ്പയർഡ് ആയി മരിച്ചുപോയി, അപ്പോൾ ആ ഒരു ഫീല് നമുക്ക് എങ്ങനെയാ ബോഡിയിൽ ഫീൽ ചെയ്യിക്കുക? നമുക്ക് അത് മൈൻഡില് ഒരു സാഡ്നെസ് എന്ന് പറയുന്ന ഒരു ഇമോഷൻ അല്ലെങ്കിൽ ആങ്കർ എന്ന് പറയുന്ന ഒരു ഇമോഷൻ, എങ്ങനെയാണ് ആ ഒരു ഇമോഷൻ നമുക്ക് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണേ? നമ്മള് പുറത്താരെങ്കിലും ഷൗട്ട് ചെയ്യും, ഇറ്റ്സ് എ റിയാക്ഷൻ. ആ സമയത്ത് ദേഷ്യം കൊണ്ട് ഇങ്ങനെ completely വിറയ്ക്കും. ഷിവറിംഗ് ബോഡി റെസ്പോൺസ്. ഓക്കെ, അതാണ് ബോഡിയിലാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, നോട്ട് ഇൻ അവർ മൈൻഡ്. ബോഡിയാണ് കാണിച്ചു തരുന്നത്. നമ്മുടെ ജോസ് ഒക്കെ കുറച്ച് ക്ലെൻച്ച്ഡ് ആവും, നമ്മുടെ ഷിവറിംഗ് നമുക്ക് കയ്യിൽ അറിയാൻ പറ്റും. അപ്പോ ആ ഒരു എക്സാക്ട്ലി ആ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് നമുക്കിത് ബോഡിയിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് വരുന്നത്? ഓക്കെ, ഒന്ന് നമുക്ക് ആദ്യമേ തൊട്ട് ചെറുതായിരിക്കുമ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് തന്നെ ഇത് നമുക്ക് അങ്ങനെ ഒരു ശീലമില്ല. നമുക്ക് എപ്പോഴും എന്താ കേട്ടിരിക്കുന്നത്, കരയാൻ പാടില്ല, ഓക്കെ, ദേഷ്യപ്പെടാൻ പാടില്ല. ഓരോ ഇമോഷനും അതിൻ്റെതായ പർപ്പസ് ഉണ്ട്. സോ സപ്രസ്ഡ് ആയിട്ടാണ് മോസ്റ്റ്ലി നമ്മൾ വളർന്നു വരുന്നത് തന്നെ. ഓക്കെ, സോ ഹെൽത്തി ആയിട്ട് എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യണമെന്ന് നമുക്കറിയില്ല. ദേഷ്യം കൊണ്ട് മറ്റൊരാളുടെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു, അതൊരു റിയാക്ഷൻ ആണ്. നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോഴാണ് ആ ഒരു റിയാക്ഷൻ ആയിട്ട് അത് പുറത്തേക്ക് പോണേ. റിയാക്ഷനും റെസ്പോൺസും രണ്ടും രണ്ടാ. റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോ നമ്മൾ റിയാക്ട് ചെയ്യുന്നോ ആ റിയാക്ഷൻ വരുന്നത് ഒരു പാസ്റ്റ് മെമ്മറിയിൽ നിന്നാണ്. നമ്മുടെ ഒരു വൂണ്ട് അവിടെ കിടപ്പുണ്ട്, അതിൽ നിന്നാണ് ആ റിയാക്ഷൻ വരുന്നത്. ഓക്കെ, നമ്മൾ ഈ പ്രസന്റ് മൊമെന്റിൽ നിന്ന് നമ്മൾ ഗ്രൗണ്ടഡ് ആയിട്ടാണ് നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും റെസ്പോണ്ട് ചെയ്യുള്ളൂ. ഓക്കെ, റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും പാസ്റ്റ് എന്നായിരിക്കും കണക്ട് ചെയ്തിട്ടാണ്, അവിടെ ഒരു വൂണ്ട് കിടപ്പുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സോ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് അതിന് ഉള്ള റിയാക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ സപ്രഷൻ ആണ് നമ്മളുടെ ഒരു ബേസിക് നേച്ചർ എന്നുണ്ടെങ്കിൽ അക്യുമുലേറ്റ് ചെയ്ത് അവസാനം പൊട്ടിത്തെറിക്കുന്ന ഒരു ലെവല് അങ്ങനെയാണോ? സപ്രസ് ചെയ്യുമ്പോൾ എവിടെയാണ് നമ്മൾ സപ്രസ് ചെയ്യുന്നത്? ഇതെല്ലാം എവിടെയാണ് ക്യാരി ചെയ്യുന്നത്? ബോഡിയിലാണ്. ഓക്കെ, സോ നൗ ദ ബോഡി ഈസ് ആക്ടിങ് ലൈക്ക് എ മാഗ്നറ്റ്. ഓക്കെ, നമുക്ക് സിമിലർ എക്സ്പീരിയൻസസ്, സിമിലർ ആൾക്കാർ, സെയിം ഒരു എക്സ്പീരിയൻസ് തരുന്ന ആൾക്കാരെ ആയിരിക്കും നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ലൈഫിലോട്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. സിമിലർ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്, ഇതിനെയാണ് പാറ്റേൺ എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളൊരു പാസ്റ്റ്
10 ഇയേഴ്സ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിലെ തൊട്ട് തന്നെയുള്ള എക്സ്പീരിയൻസ് എടുത്ത് നോക്കുക. നമ്മൾ സ്ഥലങ്ങൾ മാറിയിട്ടുണ്ടാവും, നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാർ മാറിയിട്ടുണ്ടാവും. എൻ്റെ എക്സ്പീരിയൻസ് എന്താ, ഞാൻ എന്ത് ഇമോഷൻസിൽ കൂടെയാണ് വീണ്ടും വീണ്ടും കടന്നു പോകുന്നത്, അത് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതൊരു പാറ്റേൺ ആണ്. ഞാൻ സറൗണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരും ഏതാണ്ട് സിമിലർ കൈൻഡ് ഓഫ് ആൾക്കാരെയാണ് ഞാൻ വീണ്ടും വീണ്ടും ലൈഫിലോട്ട് അട്രാക്ട് ചെയ്യുന്നത്. സിമിലർ കൈൻഡ്സ് ഓഫ് എക്സ്പീരിയൻസസ്. ചില ആൾക്കാർ പറയണ കേൾക്കാറുണ്ട്, ഞാൻ എവിടെ പോയാലും ഇങ്ങനെയാണ്, എന്താ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനത്തെ ആൾക്കാരെ തന്നെ മീറ്റ് ചെയ്യണേ. ഒരു ജോബിൽ നിന്ന് വേറൊരു ജോബിലേക്ക് മാറി, അവിടെയും സെയിം എക്സ്പീരിയൻസ്, ആൾക്കാർ മാറുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്യണേന്ന് ആരും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. എല്ലാവർക്കും പുറത്ത് സറൗണ്ടിങ്സിനെയാണ് ബ്ലെയിം ചെയ്യാൻ നമ്മൾ ചെയ്യണേ. പക്ഷെ അതിൽ കോമൺ പോയിന്റ് ആരാ? ഞാനാണ്. ഓക്കെ, സോ വി നീഡ് ടു ആസ്ക് വൈ ആം ഐ എക്സ്പീരിയൻസിങ് ദിസ്? അതിൽ കോമൺ പോയിന്റ് ഞാനല്ലേ. അപ്പൊ എന്നിലുള്ള എന്തോ ആണ് ഈ എക്സ്പീരിയൻസ് വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നത്. അവിടെയാണ് നമ്മളെ തന്നെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ നടത്തേണ്ടത്. സോ ഈ സെൽഫ് റിഫ്ലക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിലോട്ടായിരിക്കും പോവുക. ഈ പറയണ പോലെ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ എന്നൊക്കെ ചോദിക്കുന്ന പോലെ, ഞാൻ എവിടെ ചെന്നാലും എനിക്ക് ഇത് തന്നെയാണല്ലോ ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് എന്റെ കുറ്റമാണോ എന്റെ പ്രശ്നമാണെന്നുള്ളത്, കുറ്റം എന്നല്ല, എന്റെ ഉള്ളിലാണ് എന്തോ പ്രോസസ്ഡ് ആവാതെ കിടക്കുന്നത് എന്നുള്ളൊരു സംഭവമാണ്. സ്വാഭാവികമായിട്ട് എല്ലാരും പറയുന്നത് എനിക്കെന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഞാൻ പോരാ, അങ്ങനെയുള്ള ഒരു തോട്ട്സിലേക്കായിരിക്കും മിക്കവാറും പോവാം. ദർ ഇസ് സംതിങ് റോങ് വിത്ത് മീ എന്ന് ചിന്തിക്കുന്നേക്കാൾ കൂടുതൽ എൻ്റെ ഇപ്പോൾ ഉള്ള എൻ്റെ ഇമോഷൻസും എൻ്റെ ബിലീഫ് സിസ്റ്റവും എൻ്റെ എനിക്ക് വേണ്ട നല്ലൊരു എക്സ്പീരിയൻസിലേക്ക് എന്നെ ലീഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ അവിടെയാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്. കാരണം ഈ ഒരു ഫൗണ്ടേഷൻ, നമ്മുടെ കോർ ബിലീഫ് സിസ്റ്റം ഫോം ചെയ്തിട്ടുള്ളത് നമ്മുടെ ചൈൽഡ്ഹുഡിൽ നിന്നാണ്, എസ്പെഷ്യലി ഫ്രം 0 to 12 years ഓഫ് ഏജ്. ഒരു 12 വയസ്സിന് ശേഷം ടീനേജിലോട്ടൊക്കെ കടന്നു കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ ഇൻഡിവിജ്വൽ സൈക്കി ഫോം ചെയ്യുന്നുള്ളൂ. ബട്ട് അതുവരെ ചിൽഡ്രൻ ആർ എൻ എക്സ്റ്റൻഷൻ, അല്ലെങ്കിൽ ചിൽഡ്രൻ ആർ പാർട്ട് ഓഫ് പേരൻസ്. അവരുടെ ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ഫോം ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് റാഷണൽ തിങ്കിങ്ങിൽ നിന്ന് വരുന്നതായിരിക്കില്ല. സോ കുട്ടികളെന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ സ്പഞ്ച്. വാട്ട് എവർ ഹാപ്പൻസ് അറൗണ്ട് ദം അവരത് അബ്സോർബ് ചെയ്യും. അവിടെ അവർക്കൊരു ഡിസേൺമെന്റ് ഇല്ല. എൻ്റെ ഇമോഷൻ, അമ്മയുടെ ഇമോഷൻ, അച്ഛൻ്റെ ഇമോഷൻ എന്നുള്ളത് ഒരു ഡിസേൺമെന്റ് ഇല്ല. ഓക്കെ, ഈവൻ പേരൻസ് തമ്മിൽ അവിടെ ഫൈറ്റ് ചെയ്യണത് കാണുന്ന ഒരു കുട്ടി പോലും അവരെടുക്കുന്ന ഒരു തോട്ട് എന്ന് പറയുന്നത്, ഓ ഇറ്റ്സ് ബിക്കോസ് ഓഫ് മീ, ഞാൻ കാരണമാണ്. കുട്ടികൾ ചിന്തിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പോരാ, അല്ലെങ്കിൽ ഞാൻ കാരണമാണോ എന്തെങ്കിലും പ്രശ്നം, അങ്ങനെയുള്ള ഒരു തോട്ട് ഫോംസിലേക്ക് ആയിരിക്കും കുട്ടികൾ പോവുക. ഓക്കെ, ആൻഡ് ദേ ഫീൽ സോ അൺസേഫ് ദർ. അപ്പോൾ ആ അൺസേഫ്റ്റിയിലാണ് വളർന്നു വരുന്നത്. ഓക്കെ, സോ അവിടെ നിന്ന് അത് മാത്രമല്ല, പേരൻസിന്റെ ബിലീഫ് സിസ്റ്റം എന്താണ്, ഓക്കെ, അവർക്ക് ഓരോ ആസ്പെക്ട്സ് ഓഫ് ലൈഫിനെ പറ്റിയിട്ടുള്ള അവരുടെ ബിലീഫ് സിസ്റ്റം, പേരൻസിന്റെ ബിലീഫ് സിസ്റ്റം എന്താണ്, അതും സൈക്കോളജിക്കലി ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അവർ കേൾക്കുന്നത് അതല്ലേ, മണീനെ പറ്റി പാരന്റ്സ് എങ്ങനെയാണ്, മണിയെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്, അവിടുത്തെ ബിലീഫ് സിസ്റ്റം എന്താണ്, സ്കാർസിറ്റി മൈൻഡ് സെറ്റിൽ നിന്നാണോ പാരന്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എക്സ്പാൻഡഡ് അബണ്ടന്റ് മൈൻഡ് സെറ്റിൽ നിന്നാണോ, ഇതൊക്കെയാണ് കുട്ടികൾ അബ്സോർബ് ചെയ്യുന്നത്. സോ ആ ഫൗണ്ടേഷൻ അവിടെ ഫോം ചെയ്തു. ഓക്കെ, സോ ഇപ്പോൾ എൻ്റെ പ്രസന്റ് ലൈഫിൽ, അഡൽട്ട് ലൈഫിൽ എന്നെ അത് സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ, എനിക്ക് വേണ്ട എക്സ്പീരിയൻസിലേക്ക് അത് ലീഡ് ചെയ്യുന്നില്ലെങ്കിൽ, അവിടെയാണ് നമ്മൾ നോക്കേണ്ടത് എന്താണ് എൻ്റെ പാസ്റ്റ് എന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബിലീഫ് സിസ്റ്റം, അതെന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ എന്തൊക്കെ ഇമോഷൻസ് ആണ് ഞാൻ സ്റ്റിൽ പ്രോസസ് ചെയ്യാതെ ക്യാരി ചെയ്യുന്നത്, അവിടെ പോയി അതിനെ അഡ്രസ്സ് ചെയ്യാണ് നമ്മൾ ഹീലിംഗിൽ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നമ്മൾ ആസ് ഹീലേഴ്സ് ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഹീലർ എന്ന് പറയുമ്പോൾ ഐ ആം നോട്ട് ഹീലിംഗ് എനിബഡി, ഐ ആം ഹോൾഡിങ് എ നോൺ ജഡ്ജ്മെന്റൽ സേഫ് സ്പേസ് ഫോർ ദം സോ ദാറ്റ് ദേ ക്യാൻ ഗോ ബാക്ക്. അവർക്ക് അവരുടെ പാസ്റ്റിനെ ഒരു സേഫ് എൻവയോൺമെന്റിൽ, ഓക്കെ, അവരുടെ പാസ്റ്റിനെ റീവിസിറ്റ് ചെയ്ത്, ഇറ്റ്സ് ലൈക്ക് വി ക്രിയേറ്റ് എ റോഡ് മാപ്പ് ടു ഗോ ബാക്ക്. ഓക്കെ, അതിനെ റീവിസിറ്റ് ചെയ്ത്, ഓക്കെ, അന്നത്തെ അവിടുന്ന് ക്യാരി ചെയ്ത ഇമോഷൻസ് എന്താണ്, അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് എന്താണ്, അതിനെ സൊമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്യാം. ആൻഡ് ദെൻ എൻ്റെ ബിലീഫ്സ് എന്താണ് ഞാൻ അവിടെ നിന്ന് ക്യാരി ചെയ്തിട്ടുള്ളത്, അതിനെ
ഒരു എംപവറിങ്, അത് നമ്മൾ ലിമിറ്റിംഗ് ബിലീഫ്സ് ആയിരിക്കാം ചിലപ്പോൾ അറിയുന്നുണ്ടാവും. ഇസ് ഇറ്റ് എ കൈൻഡ് ഓഫ് ഹിപ്നോതെറാപ്പി ഓർ അല്ല, ഹിപ്നോതെറാപ്പി അല്ല എന്റെ മെത്തേഡ്. ഹിപ്നോതെറാപ്പിയിൽ കൂടെ അത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ എന്റെ മെത്തേഡ് സിസ്റ്റമിക് ഹീലിംഗ് ആൻഡ് ഫാമിലി കോൺസ്റ്റലേഷൻ, വർക്കിംഗ് വിത്ത് ഫാമിലി സിസ്റ്റം. എന്റെ മൊഡാലിറ്റി എന്ന് പറയുന്നത് സിസ്റ്റമിക് ഹീലിംഗ് ആൻഡ് ഫാമിലി കോൺസ്റ്റലേഷൻ ആണ്. അതിന് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ചൈൽഡ്ഹുഡ് ട്രോമയും ഇന്റർ ജനറേഷണൽ ട്രോമയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ? എനി എക്സാമ്പിൾ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും? എങ്ങനെയാണെന്നുള്ളത് നേരിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബട്ട് ഐ വിൽ ടെൽ യു എ ജനറൽ പ്രോസസ് ഓഫ് നമ്മൾ എങ്ങനെയാണ് ആ ഒരു ക്ലയന്റിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഒന്ന്, അവർ പ്രസന്റ്ലി എക്സ്പീരിയൻസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഇമോഷൻസ് ആണ് ഓൺ എ ഡെയിലി ബേസിസ് അവർ കടന്നു പോകുന്നത്. ഓക്കെ, ഏത് ഏരിയാസ് ഓഫ് ലൈഫിലാണ് അവർ ചാലഞ്ചസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? റിലേഷൻഷിപ്പ് ആണോ, ഹെൽത്ത് ആണോ, മണി ആണോ, ജോബ് ആൻഡ് ബിസിനസ് റിലേറ്റഡ് ആണോ, കുട്ടികളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണോ, എന്താണ് അവർ പ്രസൻ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യുന്ന ചാലഞ്ചസ്, അതിൻ്റെ ഇമോഷൻസ്, അതിൽ അവർ കടന്നു പോകുന്ന ഇമോഷൻസ് എന്താണ്. ഈ ഇമോഷൻസിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും വെൻ വാസ് ദ ഫസ്റ്റ് ടൈം ദ എക്സ്പീരിയൻസ്ഡ് ദാറ്റ്. ഓക്കെ, ആ ഒരു തോട്ട്, അല്ലെങ്കിൽ അവരുടെ പേരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, ഹൗ ദേ കണക്ട് വിത്ത് ദെയർ മദർ, ഹൗ ആർ ദേ കണക്ടിങ് വിത്ത് ഫാദർ. ഓക്കെ, ആൻഡ് ഫാദറിൻ്റെയും മദറിൻ്റെയും എക്സ്പീരിയൻസസ് എന്തായിരുന്നു ലൈഫിൽ. ഓക്കെ, ദെൻ അവിടെ നിന്ന് പുറകിലേക്ക് ആൻസിസ്ട്രൽ. സോ ഇതാണ് നമ്മളൊരു ജനറലി ഫോളോ ചെയ്യുന്ന ഒരു റോഡ് മാപ്പ്. ഓക്കെ, സ്റ്റാർട്ടിങ് വിത്ത് വാട്ട് ആർ ദ ഇമോഷൻസ് ദേ ആർ ഗോയിങ് ത്രൂ ഇൻ ദ പ്രസന്റ് മൊമെന്റ് ഫ്രം വാട്ട് എവർ ദ ചാലഞ്ചസ് ദേ ആർ എക്സ്പീരിയൻസിങ്. വാട്ട് ആർ ദെയർ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, എന്തൊക്കെയാണ് അവരുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്, അവരുടെ പേരൻസുമായിട്ടുള്ള കണക്ഷൻ, ഹൗ ദേ കണക്ട് വിത്ത് മദർ, ഹൗ ദേ കണക്ട് വിത്ത് ഫാദർ. അവിടെ നിന്ന് അവരുടെ എക്സ്പീരിയൻസസ്, പേരൻസിൻ്റെ എക്സ്പീരിയൻസസ്, ആൻഡ് അതിൻ്റെ പുറകിലേക്ക് ഓക്കെ, ഈസ് ദെയർ സംതിങ് വിച്ച് ദിസ് പേഴ്സൺ ഇസ് ക്യാരിയിങ് ഫ്രം ദ ആൻസിസ്ട്രൽ ലൈൻ. ഓക്കെ, അത് നമ്മളൊരു ഫോളോ ചെയ്യുമ്പോൾ, നമ്മൾ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് അതിൻ്റെ ഒരു റൂട്ട് എന്നുള്ളത്. പല ലെയേഴ്സിലുണ്ടാവും. മാം, ചില സമയത്തെ നമ്മൾ ഫീൽ ചെയ്യും, ഓക്കെ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, പക്ഷെ എന്താ കാരണം എന്ന് അറിയുന്നില്ല, ഒരു കാരണവും ഇല്ലാതെ ഐ ഫീൽ വെരി സാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്, പലർക്കും ഫീൽ ചെയ്തു, വെറുതെ കരയാൻ തോന്നുക, എന്താ സംഭവം എന്ന് അറിയുന്നില്ല. അത് എന്ത് സാധനമാണ്? നമ്മൾ ഒരു ഇമോഷൻ ഫീൽ ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യത്തെ അതിന് റീസൺ കണ്ടുപിടിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ്. ഇമോഷൻസിന് ലോജിക്കൽ റീസൺ വേണ്ട. ഓക്കെ, റൈറ്റ് നൗ ഇഫ് ഐ എം ഫീലിംഗ് സാഡ്, let me feel that emotion completely. But there is no reason. എന്തിനാ സാഡ് ആവണേന്നുള്ള ഒരു റീസൺ ഇല്ല. ഇമോഷണൽ ലോജിക് ഇല്ല. ഇമോഷണൽ ലോജിക് ആവശ്യമില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. കാരണം നമ്മൾ എപ്പോഴും വേറൊരാളുടെ അടുത്ത് ഒരാൾ കരയുന്നത് കാണുമ്പോൾ ആദ്യത്തെ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ കരയണേ. ഓക്കെ, അവര് റീസൺ പറഞ്ഞ ഇതിനൊക്കെ കരയേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ റീസൺ പറയാനില്ല. ഓക്കെ, ചില സമയത്ത് നമുക്ക് റീസൺ പറയാനുണ്ടാവില്ല. കാരണം ഇപ്പോ ഉള്ള പ്രസന്റ് മൊമെന്റിൽ നിന്ന് ആയിരിക്കില്ല അവരുടെ ആ ഒരു ഇമോഷൻ വരുന്നത്. ഇറ്റ് ക്യാൻ ബി സംവെയർ ഫ്രം ദ പാസ്റ്റ്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഒരു പാസ്റ്റ് എന്നുള്ളൊരു ഇമോഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രസന്റ് മൊമെന്റിൽ എനിക്ക് അതിനൊരു റീസൺ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇഫ് യു ആർ ഫീലിംഗ് സാഡ്, ഫീൽ ഇറ്റ് ഇൻ യുവർ ബോഡി കംപ്ലീറ്റ്ലി. അത്രയും നമ്മൾ ചെയ്യേണ്ട ആവശ്യം. ഐ ആം സാഡ് റൈറ്റ് നൗ, ലെറ്റ് ഇറ്റ് ഫ്ലോ. കരയാൻ തോന്നുകയാണെങ്കിൽ കരയാ. ഓക്കെ, ഇഫ് യു ഫീൽ ലൈക്ക് ജേർണലിംഗ് അങ്ങനെയുള്ള പ്രാക്ടീസസ് എന്തെങ്കിലും ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ്. ബട്ട് ഗ്രീവിങ് എന്ന് പറയുന്നത് അതിന് എത്ര സമയം എടുക്കും എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഫോർ എ സിമ്പിൾ എക്സാമ്പിൾ, ഒരു പേരന്റിന് നഷ്ടപ്പെട്ട ഒരു പേഴ്സൺ ചിലപ്പോൾ 10 വർഷം മുന്നായിരിക്കും, ഇപ്പോഴും ആ പേഴ്സൺ ചിലപ്പോൾ കരയുന്നുണ്ടാവാം. അതിന് നമുക്ക് ചെറുതായി കാണാൻ പറ്റുമോ? ഇത്രയും വർഷമായില്ലേ, എന്തിനാ ഇപ്പോഴും കരയുന്നേ എന്ന് ചിലപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കാം. ഓക്കെ, ഗ്രീവിങ്ങിന് ഇത്ര ടൈം പീരീഡ് എന്നൊരു ഫിക്സഡ് ടൈം പീരീഡ് ഇല്ല. ഓക്കെ, സോ ചില സമയത്ത് വി ഡോണ്ട് നോ. ഓക്കെ, ബട്ട് അവിടെ ഒരു ലോജിക്കൽ റീസണിങ്ങിലോട്ട് പോകുന്നതിന് പകരം ജസ്റ്റ് അലൗ ദാറ്റ് പേഴ്സൺ ടു ഫീൽ ദാറ്റ് ഇമോഷൻ കംപ്ലീറ്റ്ലി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പുറത്തേക്ക് വരും. ഓക്കെ, പക്ഷെ അത് പ്രൊലോങ് ചെയ്ത് ഇപ്പോൾ ഒരു റീസണും ഇല്ലാതെ വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദർ ഇസ് എ ബിലീഫ്. ബിലീഫ് മീൻസ് എ തോട്ട് വിച്ച് ഇസ് റിപ്പീറ്റഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് ദേ ഹാവ് ക്രിയേറ്റഡ് എ ട്രൂത്ത് ഔട്ട് ഓഫ് ഇറ്റ്. ഒരു തോട്ടിനെ വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിന്യൂസ്ലി നമ്മുടെ ഉള്ളിൽ അക്കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അതിനെയാണ് ബിലീഫ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ സെയിം ഇമോഷൻസിൽ കൂടെ വീണ്ടും വീണ്ടും
കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു തോട്ട് ബിലീഫായി മാറി. ഒരു തോട്ട് അവിടെ ഇരുന്ന് ഈ ഇമോഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദെൻ വി നീഡ് ടു സീ എന്താണ് ആ തോട്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഒരു തോട്ട് ഫോം ആ പേഴ്സൺ എടുത്തിട്ടുള്ളത്, അതിന്റെ റീസൺ എന്താണ്. ഓക്കെ, ദെൻ വി മേ നീഡ് ടു ഗോ ബാക്ക് ഇൻ ടു ദ ചൈൽഡ്ഹുഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഫ്രം വെയർ ദാറ്റ് പേഴ്സൺസ് ക്രിയേറ്റഡ് ദിസ് ബിലീഫ്. അപ്പോൾ സോ എവറി ട്രോമ, ഏത് ആൾക്കുള്ള ട്രോമയും ഇസ് ഇറ്റ് ഫ്രം ചൈൽഡ്ഹുഡ്? ഇറ്റ് ക്യാൻ ബി ഫ്രം ദ ചൈൽഡ്ഹുഡ്, അല്ലെങ്കിൽ പേരൻസിന്റെ ട്രോമ ക്യാരി ചെയ്യുന്നതാവാം, ഇമോഷൻസ് ക്യാരി ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ആൻസിസ്റ്റേഴ്സിന്റെ എക്സ്പീരിയൻസസോ കണ്ടിന്യൂ ചെയ്യുന്നതാവാം. ഓക്കെ, അപ്പോൾ എനിക്കൊരു ട്രോമ ഉണ്ടെന്ന് ഞാൻ എങ്ങനെയാ ഐഡന്റിഫൈ ചെയ്യുക? എല്ലാവർക്കും ട്രോമ ഉണ്ട്. ട്രോമ ഇല്ലാത്ത ഒരു പേഴ്സൺ ഇല്ല. ഓക്കെ, പലരും പറഞ്ഞു കേൾക്കാറുണ്ട് എനിക്ക് അങ്ങനെ ട്രോമയൊന്നും ഇല്ല. ഓക്കെ, ട്രോമ ഇസ് എ പാർട്ട് ഓഫ് ലൈഫ്. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളർന്നു വരുന്ന സമയത്ത് ഒരു പാരന്റിനും 24/7 അനദർ പേഴ്സണ് അവൈലബിൾ ആവാൻ പറ്റില്ല. ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, എനർജറ്റിക്കലി 100% പ്രസന്റ് ആവാനായിട്ട് ആർക്കും പറ്റില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. അതുകൊണ്ട് തന്നെ ട്രോമ ഉണ്ടാവും. ആ ഒരു മൊമെന്റ് മതിയില്ല. ഓക്കെ, അത് ആ പാരന്റ് എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്യുന്നത് കൊണ്ടല്ല. ഓക്കെ, ആ ചൈൽഡിന് ആ സമയത്ത് ഒരു നീഡ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് ദ വേ ദാറ്റ് ചൈൽഡ് വാണ്ടഡ്. ഓക്കെ, അപ്പോൾ ആ ചൈൽഡ് എടുക്കുന്ന പെർസെപ്ഷൻ ആണ്. അതെന്ത് പെർസെപ്ഷൻ ആണ് അവിടെ ഫോം ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. ആ പെർസെപ്ഷനിലൂടെയാണ് അവർ വളർന്നു വരുന്നത്. ഈ പെർസെപ്ഷൻ എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ലെൻസ്. ആ ലെൻസിൽ കൂടെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ലൈഫിനെ കാണുന്നത് ആ നമ്മുടെ പെർസെപ്ഷൻ എന്താണ്, അതിൽ കൂടെയാണ് നമ്മൾ ഓരോ ലൈഫ് എക്സ്പീരിയൻസിനെയും കാണുന്നത്. ഓക്കെ, നമ്മള് പറയാറുണ്ട് ഒരു പകുതി വെള്ളമുള്ള ഒരു ഗ്ലാസ് കാണുമ്പോൾ പകുതി വെള്ളം ഇല്ല എന്ന് പറയാം, ഹാഫ് ഫുൾ ആണെന്നും പറയാം. ഇതാണ് നമ്മുടെ പെർസെപ്ഷൻ. ഓക്കെ, ആ പെർസെപ്ഷൻ അനുസരിച്ചിരിക്കും ഹാഫ് ഫുൾ എന്നാണോ കാണുന്നത്, ഹാഫ് എംറ്റി എന്നാണോ കാണുന്നത്. അപ്പൊ ഈ പെർസെപ്ഷൻ ഡെഫിനറ്റ്ലി അത് രൂപപ്പെടുന്നത് ചൈൽഡ്ഹുഡിൽ നിന്നാണ്. നമ്മളുടെ പാരന്റിങ് അല്ലെങ്കിൽ നമ്മുടെ നർച്ചറിംഗിൽ നിന്നാണല്ലോ ഇതിനെ ഇങ്ങനെ പെർസീവ് ചെയ്യാം എന്നുള്ള ഒരു സാധനം വരുന്നത്. അപ്പൊ ഇത് സെൽഫായിട്ട് പ്രോസസ് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അവർക്കില്ലേ? സെൽഫായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എത്രത്തോളം നമുക്ക് നമ്മളുടെ ബിലീഫ്സിനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് വേറൊരു പോസിറ്റീവ് ബിലീഫ് അവിടെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു പ്രസന്റ് ബിലീഫാണ് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന് വേറൊരു സൈഡ് ഉണ്ട് എന്ന് എനിക്ക് അറിയാമെങ്കിൽ ഞാനത് ഹോൾഡ് ചെയ്യില്ല. ഓക്കെ, സോ എൻ്റെ ഒരു മെന്റർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, എനി അതർ ബ്രെയിൻ അതർ ദാൻ യുവർ ബ്രെയിൻ is a best brain to coach you. Definitely. ഓക്കെ, സോ അതിനാണ് നമുക്ക് വേറൊരാളുടെ ഹെൽപ്പ് ആവശ്യമുള്ളത്. ഓക്കെ, ഈവൻ ആസ് എ ഫെസിലിറ്റേറ്റർ ഞാൻ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് എന്നെ സെൽഫ് ഹീൽ ചെയ്യാൻ പറ്റില്ല. ഐ നീഡ് മൈ മെന്റേഴ്സ് ടു സപ്പോർട്ട് മീ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇമോഷനിൽ നിൽക്കുമ്പോൾ, എസ്പെഷ്യലി വെൻ വി ആർ ഇൻ എ ഡിഫിക്കൾട്ട് ഇമോഷണൽ സിറ്റുവേഷൻ, നമ്മൾ ബ്ലൈൻഡ് ആണ്. ഇമോഷൻസ് നമ്മളെ ബ്ലൈൻഡ് ആക്കും. നമുക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കാണാൻ പറ്റില്ല. അറ്റ് ദാറ്റ് ടൈം വി നീഡ് അനദർ പേഴ്സൺ. നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പോൾ കൗൺസിലേഴ്സ് തന്നെ പറയുന്ന കേട്ടിട്ടുണ്ട്, അതായത് ഞങ്ങൾക്കും പ്രശ്നം വരും, പക്ഷേ അത് ഞങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റില്ല. വി നീഡ് ടു ഡിപെൻഡ് അതേഴ്സ്. തീർച്ചയായിട്ടും അവിടെയാണ് നമ്മൾ ഒരു ഹെൽപ്പ് എടുക്കേണ്ട ആവശ്യം ഉള്ളത്. ഓക്കെ, പലപ്പോഴും നമ്മൾ ലോജിക്കലി അതിനെ സോൾവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഈ ലൈഫിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ലോജിക്കലി സോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം ലൈഫിലെല്ലാം ആ ലോജിക്കിൽ കൂടി അല്ല മൂവ് ചെയ്യുന്നത്. ഓക്കെ, ആ റാഷണൽ തിങ്കിങ്ങിൽ കൂടെ മാത്രം നമുക്ക് പ്രോസസ് ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് വേറൊരാളുടെ സപ്പോർട്ട് വേണ്ടി വരും. നമ്മളുടെ തോട്ട്സിനെയും ഇത് പ്രോസസ് ചെയ്യുന്ന സംഭവമൊക്കെ കൂട്ടിക്കുഴച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇരിക്കുകയായിരിക്കും. എപ്പോഴും നമ്മുടെ റിയാലിറ്റിയും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, റിയൽ സിറ്റുവേഷനേക്കാളും ചിലപ്പോൾ ഭയങ്കര ഇന്റൻസ് ആയിട്ടായിരിക്കും നമ്മുടെ ഉള്ളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. റിയാലിറ്റിയും ട്രൂത്തും തമ്മിൽ എന്താ പറയുക ഒരുപാട് വ്യത്യാസങ്ങൾ കാണാം. അത് നമുക്ക് കാണിച്ചു തരാൻ വേറെ ആളുടെ ഹെൽപ്പ് വേണ്ടി വരും. പിന്നെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഇമോഷണൽ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ തന്നെ പ്രോസസ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. സോ അവിടെ വി നീഡ് ഹെൽപ്പ്, എസ്പെഷ്യലി വെൻ വി പ്രോസസ് ട്രോമ വി നീഡ് സപ്പോർട്ട്. ഓക്കെ മാം, ഈ സങ്കടം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ദേഷ്യം, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമാണോ ട്രോമ ഇവോൾവ് ചെയ്യുന്നത്? ഈ എന്താ പറയുക, ഓവർ സന്തോഷം വന്നിട്ട് അങ്ങനത്തെ എന്തെങ്കിലും ട്രോമാറ്റൈസ്ഡ് ആയിട്ട് പോവുമോ? അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത്? ആ ഇമോഷനേക്കാൾ കൂടുതൽ ചില ഈവൻസ് സാധ്യതയുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഫാമിലി, അതിൽ ഒരു ചൈൽഡ് ഫാദറിന്റെ ഫേവറേറ്റ് ചൈൽഡാണ്. ബട്ട് ഫാദർ ഇസ് ലിറ്റിൽ ഡിഫറെൻറ്റ്
towards the mother, this father's spouse, and the other child. പക്ഷേ ഈ ഗേൾ ചൈൽഡ് ഫാദറിന്റെ ഫേവറേറ്റ് ചൈൽഡ് ആണ്, അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, പക്ഷെ ബ്രദറിനെയും അമ്മയും ഫാദർ കുറച്ച് റൂഡ് നേച്ചർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണേ, അങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണേന്ന് വിചാരിക്കും. വെൻ ദിസ് ഗേൾ ചൈൽഡ് ഇസ് എക്സ്പീരിയൻസിങ് a different experience, positive experience from this father, she may feel guilty. അയ്യോ ഞാൻ മാത്രം എങ്ങനെയാ അത് റിസീവ് ചെയ്യാ. ദിസ് ക്യാൻ ബി എ ട്രോമ ഫോർ എ ചൈൽഡ്. സോ ഗേൾ ചൈൽഡിന് അറ്റൻഷൻ കിട്ടുന്നത് കൊണ്ടും ആൻഡ് മേ ബി ദ ബോയ് ചൈൽഡ് വിൽ ബി ഹാവിംഗ് ദ ഓപ്പോസിറ്റ്, having a different experience, and the mother is also having a different experience from her own father. ഈ ഒരു സിറ്റുവേഷൻ, her own father or a husband, her own father, എന്റെ അമ്മയെ ട്രീറ്റ് ചെയ്യുന്നത് വേറെ രീതിയിൽ, the girl child, about the girl child, okay, ആൻഡ് എന്റെ ബ്രദറിനെയും ട്രീറ്റ് ചെയ്യുന്നത് വേറെ രീതിയിൽ എന്ന് വിചാരിക്കും. പക്ഷെ ഐ ആം ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് ലവ് ഫ്രം മൈ ഫാദർ. It's not fair. എന്തായാലും അറിഞ്ഞുകൊണ്ട് ചെയ്യണതാവണമെന്നില്ല. ഓക്കെ, ബട്ട് ഇതുപോലെ ഒരു കേസ് ഉണ്ടായിരുന്നു. That is why I could share it when you asked. Okay, so this experience was a trauma for girl child. Okay, girl childനാണ് ട്രോമ വന്നത്. The other boy will have his own experience. അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ബിലീഫ് സിസ്റ്റംസും ഇമോഷൻസും ഒക്കെ വേറെ ആയിരിക്കാം. ബട്ട് ഗേളിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ആണ്. ഐ ആം മൈ ഫാദേഴ്സ് ഫേവറേറ്റ് ചൈൽഡ്. ബട്ട് അതും ഒരു ട്രോമ ആയിട്ടുണ്ട്. അത് പക്ഷെ സ്പോയിൽ ആവാനും ചാൻസ് ഉണ്ട്, ട്രോമയിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. ഇറ്റ്സ് നോട്ട് വെരി കോമൺ ആയിട്ട് പറയാവുന്ന ഒരു ഇതല്ല. ഇപ്പൊ ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് ചോദിച്ചതുകൊണ്ട് ഇങ്ങനെ ഇപ്പൊ ഒരു ഡിഫറൻസ് കാണിച്ചില്ലെങ്കിലും ചിൽഡ്രൻ അവരുടെ ഇടയിൽ ഉണ്ടാവൂലോ, മീൻസ് അച്ഛൻ എന്നെയാണ് കൂടുതൽ ഇഷ്ടം, അമ്മയ്ക്ക് നിന്നെയാണ് കൂടുതൽ ഇഷ്ടം, അങ്ങനത്തെ ഒരു സംഭവം. നോ ടു ചിൽഡ്രൻ ഹാവ് ദ സെയിം പാരന്റ്. ഈവൻ അവർ സിബ്ലിങ്സ് ആണെങ്കിൽ പോലും നോ ടു ചൈൽഡ് ഹാവ് ദ സെയിം പാരന്റ്സ്. എനിക്കും എൻ്റെ ബ്രദറിനും ഞങ്ങള് പാരന്റ്സിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് രണ്ടും രണ്ട് രീതിയിലാണ്. ഓക്കെ, ഓരോരുത്തരും അത് എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളത് വെരി പേഴ്സണൽ. നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത്ര രീതിയിലൊക്കെ ഡിഫറെന്റ് ആയിരിക്കും കുട്ടികൾ അതിനെ പെർസീവ് ചെയ്യുന്നത്. ചെറിയൊരു പ്രായത്തിലുള്ള സമയത്ത് എൻ്റെ ബ്രദർ സ്കൂളിൽ ടീച്ചറിൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ട്, അച്ഛനമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ല, ചേച്ചീനെ ഇഷ്ടം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ടീച്ചേഴ്സ് പറയുമ്പോൾ അമ്മ വണ്ടടിച്ചു പോയിട്ടുണ്ട്, നമ്മൾ അങ്ങനത്തെ ഒരു സെപ്പറേഷനെ കാണിച്ചിട്ടില്ല. പക്ഷെ സ്റ്റിൽ ഞാനും പറയും എന്നല്ല അവനെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് ഞാനും പറയും. ദ സെയിം തിങ് അവനും പറയും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടെ അവര് എടുക്കുന്ന ബിലീഫാണത്. ഏത് എക്സ്പീരിയൻസിന് ഏത് കുട്ടി അങ്ങനെ ഒരു ബിലീഫ് എടുത്തു എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പാരന്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതെ. പാരന്റ്സ് ഷുഡ് ബി വെരി കെയർഫുൾ. അത്ര കെയർഫുൾ ആയിട്ട് കാര്യമില്ല, ചെയ്യാനും പറ്റില്ല. അതിനും ഒരു പരിധിയുണ്ട്. എപ്പോഴും പാരന്റ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു their own inner work. ഓക്കെ, അവരുടെ വൂൺസ് എന്തൊക്കെയാണ്, അവരുടെ ബിലീഫ്സ് എന്തൊക്കെയാണ്. കാരണം ആ സ്പേസിൽ നിന്നാണ് അവർ പാരന്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ലിമിറ്റഡ് സ്പേസിൽ നിന്നാണോ ഒരു എക്സ്പാൻഡഡ് സ്പേസിൽ നിന്നാണോ അവർ ഫിയറിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഫിയർ ആയിരിക്കും കുട്ടികളിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അവർക്ക് അവരുടെ തന്നെ ആ ഒരു ഇന്നർ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഫ്രം ആൻ എക്സ്പാൻഡഡ് സ്പേസ്, ഓക്കെ, എങ്ങനെ എൻ്റെ ഉള്ളിലെ ആ ഒരു എൻ്റെ ചൈൽഡ്ഹുഡിൽ എനിക്കുണ്ടായ വൂൺസ് എങ്ങനെയാണ് അതിന്ന് അവര് പുറത്ത് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബെറ്റർ സ്പേസ് നിന്ന് പാരന്റ് ചെയ്യാൻ പറ്റും. അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ parents, please heal yourself first. That is the best gift you can give to your child. Oh yeah, very good.